Yes, good afternoon. Good afternoon, sir. Oh, yes. Okay, Lehram. Yes. Wo chalo. Let us start. Okay. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിന്റെ അവസാന ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓരോ ടെൻസുകളിൽ വരുമ്പോൾ വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഏത് ടെൻസിലേക്ക് മാറ്റി തരണമെന്ന് പറഞ്ഞു. ഒടുവിലായിട്ട് എക്സെപ്ഷണൽ കേസുകൾ വരുന്ന കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ് അതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് യെസ് ഓർ നോ ക്വസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ വന്നു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി, ആ ചോദ്യം റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് പറഞ്ഞു. യെസ്, അപ്പൊ വെദർ എന്ന് പറയുന്നത് കൂടെ ചേർത്തിട്ട് വേണം പറയാൻ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഓരോ ടെൻസിലോട്ട് മാറ്റണമെന്ന് പറഞ്ഞതും എല്ലാം റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രമേ ഇതെല്ലാം ചെയ്യാം. ടെൻസുകളിൽ നിന്ന് മാറ്റവും വ്യത്യാസവും മറ്റു കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുന്ന വാചകത്തില് ഇൻവേർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബ് അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിലാണ് ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പ്രാവർത്തികമാകുന്നത്. അത് ശരി കാണാൻ പറ്റുന്നില്ലേ? ഇല്ല സർ. വീഡിയോ പോയാ? ഇല്ല, ചിന്നുവിന് മാത്രമേ പോയിട്ടുള്ളൂ എന്ന് തോന്നൂലോ, നമുക്കൊക്കെ കാണാൻ പറ്റും. ചിന്നു ഓക്കെ? ഇപ്പൊ കിട്ടി, ഇപ്പൊ വന്നു. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, അപ്പൊ അത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ മാത്രമേ ഈ നിയമങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റൂ. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഷീ സെയ്സ്, SAY, സെഗ് എന്നുള്ളൊരു പകരം സെയ്സ് എന്നാണ് ചോദിക്കുക. ഷീ സെയ്സ് ഐ ലവ് ഇന്ത്യ. അപ്പൊ നമുക്ക് ആ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് നോക്കുമ്പോൾ ഐ ലവ് ഇന്ത്യ എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയതാന്ന് നോക്കും. പക്ഷെ അത് തെറ്റാണ്. കാരണം ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് ഏത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബിന്റെ ടെൻസ് നോക്കിക്കൊണ്ട് വേണം അത് ഏതിലേക്ക് നമുക്ക് മാറ്റണം എന്നുള്ളത് നോക്കാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാകുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മാത്രമാണ് അത് പ്രാവർത്തികമാകുന്നത്. അത് പാസ്റ്റ് ടെൻസ് അല്ല എങ്കിൽ അത് പ്രാവർത്തികമാകില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഷീ സെയ്സ് ഐ ലവ് ഇന്ത്യ എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബ് സെയ്സ് പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ ഏത് ടെൻസിലാണോ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വന്നിട്ടുള്ളത് അതേ ടെൻസ് തന്നെ എഴുതിയാൽ മതി. വ്യത്യാസം ടെൻസ് മാറ്റരുത്. എങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ. അപ്പോ ഷീ സെയ്സ് ഐ ലവ് ഇന്ത്യ എന്നുള്ളത് വരും ഷീ സെയ്സ് ദാറ്റ് ഷീ ലവ്സ് ഇന്ത്യ. അതായത് റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ
തന്നിരിക്കുന്ന വാചകം ഏത് ടെൻസിലുള്ളത് അതേ ടെൻസിൽ തന്നെ എഴുതുക. ടെൻസുകളൊന്നും മാറ്റേണ്ടതില്ല. ടെൻസുകൾ മാറ്റുന്നത് എപ്പോഴും ഏത് സമയത്താണ്? റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മാത്രമേ ഈ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഇവിടെ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വഴിമാറുണ്ട്, അതുപോലെ ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാം. എക്സാമ്പിൾ ആണ് they say. They say. They say. Inverted comma. You are intelligent. You are intelligent. Okay. അപ്പൊ ഇവിടെ നോക്കി, they say, say അത്രയുള്ള ആ സേ എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നോക്കാം, നമ്മൾ നേരത്തെ പഠിച്ചത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉണ്ടെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറോട്ട് മാറുന്നതാണ്. ഇവിടെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉണ്ടെങ്കിൽ അത് തന്നെ വരുള്ളൂ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ തന്നെ വരുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. they says that. യു എന്നുള്ളത് എന്തായി? ഐ എന്നായി. ഐയുടെ കൂടെ ആം വരും, ഈസ് വരും, ആർ വരും, ആം വരും. I am intelligent. They say that I am intelligent. Okay. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തില് റിപ്പോർട്ടിംഗ് വെർബ് ഏത് ടെൻസിലാണെന്ന് നോക്കുക. അത് നോക്കിയ ശേഷം മാത്രമാണ് ഏത് ടെൻസിലേക്ക് മാറുക എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഏത് ടെൻസിലാണ് തന്നിട്ടുള്ള ആ ടെൻസിൽ എഴുതി കഴിഞ്ഞാൽ മതി. വേറെ വ്യത്യാസങ്ങളൊന്നും പറ്റേണ്ടതില്ല. ഇതാണ് റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് അല്ലാതെയുള്ള വേറെ ടെൻസിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ പറയാം. മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പറയാം. ഓക്കെ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അപ്പൊ അത് ഞാൻ വേറൊരു വാചകം എഴുതുകയാണ്. ആ സെന്റൻസ് ഇതാണ്: when I went there, she was sleeping. When I went there, she was sleeping. നോക്കാം. ആ ഒരു വാചകം നോക്കി. when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ she was sleeping. അവിടെ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. യെസ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ രണ്ട് ക്ലോസുകൾ ഉണ്ട് ഇതിനകത്ത്. ഒന്ന് when I went there എന്നുള്ളതും അടുത്തത് she was sleeping എന്നുള്ളത്. അങ്ങനെ രണ്ട് ക്ലോസുകൾ ഇതിനകത്തുണ്ട്. വൺ ഈസ് when I went there, അടുത്തത് she was sleeping. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും when I went there എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പൂർണ്ണമാകുന്നുണ്ട്. ചിഹ്നം when I went there എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആണ്. നോ, അല്ല. ഓക്കെ, കറക്റ്റ് ആണ്. when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അർത്ഥം പൂർണ്ണമല്ല എങ്കിൽ അതിന് നമുക്ക് പറയാം സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ പറയുന്ന പേര് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ when I went there എന്ന് പറയുമ്പോൾ അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ബിക്കോസ് ദ മീനിങ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. മീനിങ് പൂർത്തിയാകുന്നത്, അതുകൊണ്ട് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഓക്കെ. ഇനി അത് അവിടെ നിൽക്കട്ടെ. അടുത്തത് നമ്മൾക്ക് പറയുകയാണ് ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ അർത്ഥം കംപ്ലീറ്റ് ആണോ? ഓക്കെ. അപ്പൊ അത് അർത്ഥം കംപ്ലീറ്റ് ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയുന്നു? മെയിൻ ക്ലോസ്, പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നു. ഓക്കെ, അത് നമുക്കറിയാവുന്ന. അപ്പൊ ഇതിനകത്ത് ഒരു സബോർഡിനേറ്റ് ക്ലോസും വന്നിട്ടുണ്ട്, ഒരു സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസും വന്നിട്ടുണ്ട്. അപ്പോ അതുപോലെയുള്ള ധാരാളം ക്ലോസുകൾ ചേരുമ്പോഴാണ് there comes a sentence, ഒരു വാചകം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് പറയാം a sentence is a combination of two or more clauses. രണ്ടോ മൂന്നോ ക്ലോസുകളൊക്കെ ചേരുമ്പോഴാണ് അതിൻ്റെ അകത്ത് ഒരു വാചകമായിട്ട് മാറുന്നത്. അപ്പൊ അതിന്
നമ്മൾ ആദ്യം പറഞ്ഞു വെൻ ഐ വെന്റ് ദെയർ എന്നുള്ളത് അർത്ഥം പൂർത്തിയാകുന്നില്ല. അതിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് അത് മെയിൻ ക്ലോസിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഏത് ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്ന മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് നിൽക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് മെയിൻ ക്ലോസ് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില ഇമാജിനറി കണ്ടീഷൻസ് ഉണ്ട്. ഇമാജിനറി കണ്ടീഷൻ നമ്മൾ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ, ഇമാജിനറി കണ്ടീഷൻ. അങ്ങനെയുള്ള സബോർഡിനേറ്റ് ക്ലോസുകളിൽ മെയിൻ ക്ലോസും അതിനോടൊപ്പം തന്നെ സബോർഡിനേറ്റ് ക്ലോസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ടെൻസിന്റെ കാര്യത്തിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതെന്താണെന്നുള്ളതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് അതൊന്ന് മനസ്സിലാവാൻ വേണ്ടി മുന്നോടിയായിട്ട് ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ ഒരു വാചകം അടുത്തത് നിങ്ങളോട് പറയാണ്. ഇഫ് യു വർക്ക് ഹാർഡ്, if you work hard, you will pass the examination. Okay. അപ്പൊ ഞാനിവിടെ if you work hard, you will pass the examination എന്നുള്ള സെന്റൻസ് എഴുതി. നിങ്ങൾ കഠിനമായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ you will pass the examination. ഇതിന്റെ അകത്ത് സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്, മെയിൻ ക്ലോസ് ഏതാണ്? സബോർഡിനേറ്റ് ക്ലോസ് എവിടെ വരും? സബോർഡിനേറ്റ് ശിഖ പറയാമോ? ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ്. യു വിൽ പാസ് ദ എക്സാമിനേഷൻ, മെയിൻ ക്ലോസ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഇഫ് യു വർക്ക് ഹാർഡ് സബോർഡിനേറ്റും യു വിൽ പാസ് എക്സാമിനേഷൻ എന്നുള്ളത് മെയിൻ ക്ലോസ്. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആണ്? തുഷാര പറയാമോ? ഓക്കെ, പറഞ്ഞു. സിമ്പിൾ ബിന്ദു സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി അപ്പുറത്ത് നോക്കി യു വിൽ പാസ് എന്ന് പറയുമ്പോൾ ബിന്ദുവിനെ പറഞ്ഞു ഏത് ടെൻസ്? ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ. ഇത് തന്നെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കേട്ടോ. അതായത് കണ്ടീഷണൽ ക്ലോസ് പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ അപ്പുറത്ത് വില്ല് വെച്ചിട്ടുള്ള ഫ്യൂച്ചർ ടെൻസിലോട്ട് മാറണം. ആ വിൽ എന്നുള്ളതിന് പകരം ക്യാൻ ഉള്ള സെന്റൻസ് ആയാലും കുഴപ്പമില്ല, ഷാൽ എന്നുള്ള സെന്റൻസ് ആയാലും കുഴപ്പമില്ല, മേ എന്ന് പറയുന്ന സെന്റൻസ് ആയാലും കുഴപ്പമില്ല. വില്ലിന് പകരം ഷാല് വരാം, ക്യാൻ വരാം, മേ വരാം. അങ്ങനെയുള്ള സംഗതികൾ വന്നിട്ടുള്ള വാചകമായാലും അത് തെറ്റില്ല. അതല്ലാതെ ഗുഡോ ഷുഡോ ഗുഡോ വന്നു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇഫ് യു വർക്ക് ഹാർഡ്, കഠിനമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ യു വിൽ പാസ് എക്സാമിനേഷൻ എന്നുള്ളത് യു ക്യാൻ പാസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോ ആ ബില്ലെന്നുള്ളതിന് പകരം സിമ്പിൾ ക്യാൻ വരാം, ഷാന് വരാം, മേ വരാം. ഇതാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക. ഇതൊന്ന് റെഡിയാക്കി കഴിഞ്ഞ ശേഷം കണ്ടിലേക്ക് പോവാം. അപ്പൊ ഇഫ് കണ്ടീഷണൽ ക്ലോസില് ഇമാജിനറി സിറ്റുവേഷൻ നമ്മളോട് പറയുന്നത് ഇഫ് യു വർക്ക് ഹാർഡ്, നീ പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്. അപ്പൊ പഠിച്ചിട്ടില്ല. നേരെ മറിച്ച് അതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഹാപ്പൻഡ്, റിയലി ഹാപ്പൻഡ്, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ്. ഇത് സംഭവിച്ചിട്ടില്ല. ഇറ്റ് ഇസ് ആൻ ഇമാജിനറി സിറ്റുവേഷൻ. നമ്മൾ സങ്കല്പിക്കാനുള്ളത് ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് ദ എക്സാമിനേഷൻ. പഠിക്കുകയാണെങ്കിൽ നീ പരീക്ഷ പാസ്സാവും. ഓക്കെ, ഞാനിവിടെ വേറൊരു വാചകം നിങ്ങളോട് പറയുകയാണ്. ആ വാചകം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഓരോരുത്തർക്ക് അവരവരുടേതായ രീതിയിൽ എഴുതുക. വാചകം ഇതാണ്. ഇഫ് ഇറ്റ് റെയിൻസ്, RAINS, if it rains dash, if it rains dash. ഓക്കെ, അപ്പൊ ആ വാചകത്തിന്റെ സിമ്പിൾ പ്രസന്റ് വരുന്ന വാചകം മാത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാം. അപ്പൊ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം. ഇഫ് ഇറ്റ് റെയിൻസ് പൂരിപ്പിച്ചോളൂ.
if it rains, if it rains. അപ്പൊ ഇപ്പുറത്ത് എന്ത് വരണം? വില്ല് വെച്ചു എന്നൊരു വാചകം വരണം. എങ്കിലേ സെന്റൻസ് കംപ്ലീറ്റ് ആവും. If it rains, മഴ പെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ, the river will full. Yes. എന്റെ അടി പിടികിട്ടി. ഓക്കെ ശിവ. The river will overflow. Yes. You will not go to play എന്ന് എഴുതി. No. You will not go to play എന്ന് എഴുതി. You will not work. Okay, okay. കുഴപ്പമില്ല. You will not ബില്ല് വന്നത് മാത്രമേ ഉള്ളൂ. Okay, okay. Will not. Yes. അപ്പൊ ഇത് ഓരോരുത്തർക്ക് എഴുതുക ഇഷ്ടമുള്ള പോലെ. If it rains, മഴ പെയ്യുകയാണെങ്കിൽ, I will take an umbrella. ഞാനൊരു കുട എടുക്കും. അല്ലെങ്കിൽ I will wait for him. ഞാൻ അവന് വേണ്ടി കാത്തു നിൽക്കും. കേട്ടോ? അല്ലെങ്കിൽ I will not wait for him. ഞാൻ അവന് വേണ്ടി മഴ പെയ്യുകയാണെങ്കിൽ കാത്തു നിൽക്കുക. Will not ആയാലും കുഴപ്പമൊന്നുമില്ല. ബില്ലിട്ട് അവിടെ ഉള്ളൂ. Yes. അപ്പോ if it rains, I will take an umbrella. Okay. അടുത്തത്. If you eat lot of fast food. If you eat lot of fast food, comma, by dash. If you eat lot of fast food, ധാരാളം ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇത് പറയും. If you eat lot of fast food, okay, Bindu. Okay, Anusha. Yes. Okay. If you eat lot of fast food, നിങ്ങൾ ധാരാളം ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തടി കൂടും. You will get fat. You will get fat. Okay. Yes. അല്ലെങ്കിൽ
You cannot run fast. If you eat lot of fast food, you cannot run fast. വേഗത്തിൽ ഓടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. Cannot. Yes. ഓക്കെ, അതിന് വേറെ ഒന്നുകൂടെ ഉണ്ട്, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് മലയാളം വേർഡുകൾ പറയാണ്. ഒച്ച വെക്കരുത്. ഒച്ച വെക്കരുത്. Don't make noise. Don't make noise. ഓക്കെ, അതിന് നിലവിളിക്കരുത് എന്നൊക്കെ പറയുകയാണെങ്കിൽ don't shout എന്ന് പറയും. Don't shout. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തത് അനങ്ങരുത്. Don't move. ഓക്കെ ശിക, ഓക്കെ ബിന്ദു. Don't move. അത് നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. Don't move. യെസ്. അടുത്തത് എഴുതുക. എഴുതുക. റൈറ്റ്. ഹിസ് റൈറ്റ്. പ്ലീസ് റൈറ്റ്. വേറൊരു രീതിയിലും പറയാം. നിങ്ങൾ സ്കൂളിലൊക്കെ ടീച്ചർ പറയുന്ന വാക്ക് നിങ്ങൾക്ക് ഓർമ്മയിൽ എടുത്തതിനെ കിട്ടും. പഠിപ്പിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ പറയുന്ന വാക്ക് വെറുതെ റൈറ്റ്. അതിന്റെ കൂടെ ഒരു ഫ്രേസ്, ഒരു പ്രിപ്പോസിഷൻ വരും. ഓർമ്മയുണ്ട്? Let's start writing. നിഷ കറക്റ്റ് ആണ് കേട്ടോ. റൈറ്റ് ഡൗൺ. റൈറ്റ് ഡൗൺ. DOWN. റൈറ്റ് ഡൗൺ. ഓക്കെ ഓക്കെ, റൈറ്റ് ഡൗൺ. ഇനി അടുത്തത് തടസ്സപ്പെടുത്തരുത്. തടസ്സപ്പെടുത്തരുത്. ഡോണ്ട് ഇന്ററപ്റ്റ്. Don't disturb. ഡോണ്ട് ഡിസ്റ്റർബ്. ശല്യപ്പെടുത്തരുത്. ഡോണ്ട് ഇന്ററപ്റ്റ്. ഇന്ററപ്റ്റ്. ശരിയാണ്, കറക്റ്റ് ആണ്. ഇന്ററപ്ഷൻ എന്ന പേര് ടിവിയിലെല്ലാം ചാനൽ പോകുമ്പോൾ കാണിക്കുന്നതാണ്. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. യെസ്. ഓക്കെ, ഡോണ്ട് ഇന്ററപ്റ്റ് ഓർ ഡോണ്ട് ഡിസ്റ്റർബ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ശ്രദ്ധാലുവായിരിക്കുക. ബി കെയർഫുൾ. ബി കെയർഫുൾ. കറക്റ്റ് ആണ്. ശ്രദ്ധാലുവായിരിക്കുക. ബി കെയർഫുൾ. അടുത്തത് നിയമങ്ങൾ പാലിക്കുക. Obey the rules. ഒബേ ദ റൂൾസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒബേ എന്നുള്ളത് മാറ്റിയിട്ട് വേറെ വേർഡ് കൂടി ഉണ്ട്. പറയാമോ? ഒബേ ദ റൂൾസ് കൂടാതെ ഒബേ എന്നുള്ളത് മാറ്റിയിട്ട് സാധാരണ ഇതിൽ പറയുന്ന, കൊളോക്കിയായിട്ട് പറയുന്ന ഒരു വേർഡ് അനുസരിക്കുക എന്നുള്ളതിന് വേറെ വേർഡുള്ളത് ഫോളോ എന്ന് പറയും. ഫോളോ. ഓക്കെ, അനുഷ കറക്റ്റ് ആണ്. ഫോളോ. ഫോളോ ദ റൂൾസ്. ഫോളോ പിന്നിലൂടെ വരിക എന്നുള്ളത് മാത്രം, ആ ഒരു മീനിങ് മാത്രമല്ല, അനുസരിക്കുക എന്നുള്ള അർത്ഥത്തിലും അതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഫോളോ റൂൾസ്. ഫോളോ റൂൾസ്. യെസ്. ഫോളോ ദ റൂൾസ്. ഓക്കെ. ഇനി അടുത്തത് പുഞ്ചിരിക്കാൻ മറക്കരുത്. പുഞ്ചിരിക്കാൻ. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്മൈൽ. ടു സ്മൈൽ. ഓക്കെ, കറക്റ്റ് ആണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്മൈൽ. പുഞ്ചിരിക്കാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്മൈൽ. പിള്ളേരോട് നമ്മൾ പറയുന്നത് പോയി പഠിക്കുക. പോയി പഠിക്കുക. Go and study. Go and study. Okay, very good. Go and study. പോവുക, പഠിക്കുക. അതാണ് പോയി പഠിക്കുക എന്നുള്ളതിന് ഗോ ആൻഡ് സ്റ്റഡി. യെസ്. അടുത്തത് നമ്മൾ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ശ്രദ്ധയോടുകൂടി കേൾക്കുക. Listen carefully. യെസ്, കറക്റ്റ് ആണ്. ലിസൺ കെയർഫുള്ളി. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ലിസൺ കെയർഫുള്ളി. ഇനി തിരിച്ചു സംസാരിക്കരുത്. നമ്മൾ എതിർത്ത് നിങ്ങൾ പറയില്ലേ, അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺ ആയിട്ട് പറയില്ലേ. തിരിച്ച് സംസാരിക്കരുത്. സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പിന്നെ തിരിച്ച് നമ്മൾ ചേർത്താൽ മതി. ഓക്കെ അനുഷ, കറക്റ്റ് ആണ്. ഡോണ്ട്
talk back. Don't talk back. Okay. അത് correct ആണ് പക്ഷെ don't talk back. അടുത്തത് ഫർണിച്ചറുകളിൽ കയറരുത്. ഫർണിച്ചറുകളിൽ കയറരുത്. Don't lift. Don't Don't Lift ആണ്. climb. Climb. Climb in ആണോ? on ആണ് ഫർണിച്ചർ. On On ആണ്. furniture. on Furniture. മുകളിലേക്കാണ്. അപ്പൊ don't climb on furniture. Don't climb on furniture. Okay. ഇനി വീടിനുള്ളിൽ ഓടരുത്. Don't run Don't run inside the house. inside the home. ഇൻസൈഡ് ദ ഹോം. ആ ഇൻസൈഡ് ദ ഹോമിൽ മാറ്റിയിട്ട് ഒന്നുകൂടി ചെറിയൊരു വാക്ക് പറയാം. വീട് എന്ന് പറയുന്നത് വേണമെന്നില്ല, അകത്ത് അല്ലെങ്കിൽ വീടിന്റെ ഏത് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ അകത്തോടരുന്നുള്ള രീതിയിലാണ്. In the house. ഹൗസ് എന്നുള്ളത് മാറ്റിയിട്ട് വേറൊരു വീട്. ഡോണ്ട് റൺ. നമ്മൾ സ്പോർട്സ് ഒക്കെ നടക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സ്പോർട്സ് നടക്കും. ഒന്ന് അകത്ത് വെച്ചുള്ളത്, ഒന്ന് പുറത്ത് വെച്ചുള്ളത്. അവിടെ എടുക്കുന്ന വാക്ക് ഇൻഡോറും ഔട്ട്ഡോറും അല്ലേ? അപ്പൊ വേണമെങ്കിൽ ഇൻഡോഴ്സ് പറയാം കേട്ടോ. ഡോണ്ട് റൺ ഇൻഡോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം മീനിങ് ആണ്. ഡോണ്ട് റൺ ഇൻഡോഴ്സ്. ഓക്കെ. ഇനി നിങ്ങളുടെ മുറി വൃത്തിയായി സൂക്ഷിക്കുക. നിങ്ങളുടെ മുറി വൃത്തിയായി സൂക്ഷിക്കുക. ക്ലീൻ. Clean your room hygiene. Clean your room hygiene. ഹൈജീൻ. ഓക്കെ. കുറച്ചുകൂടി ലളിതവൽക്കരിച്ച് പറയാൻ പറ്റും, സിമ്പിൾ ആയിട്ട്. Keep the room very clean. ആ വെരി ക്ലീൻ എന്നുള്ള മാറ്റിയിട്ട് വേറെ നോക്കോടെ പറഞ്ഞ ബാക്കി കറക്റ്റ്. Neat. നീറ്റ്. ഓക്കെ. നീറ്റ്. കീപ് യുവർ റൂം നീറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ടൈഡി. TIDY. കീപ് യുവർ റൂം ടൈഡി. TIDY കേട്ടോ. ടൈഡി എന്ന് പറഞ്ഞാൽ മേക്ക് നീറ്റ്. കീപ് നീറ്റ്. അടുത്തത് നിങ്ങളുടെ സ്കൂൾ ബാഗ് പാക്ക് ചെയ്യുക. നിങ്ങളുടെ സ്കൂൾ ബാഗ് പാക്ക് ചെയ്യുക. Pack your Pack school your bag. school bag. Pack your school bag. It's a correct answer. Pack your school bag. Okay, very good. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ടെൻഷനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞാൻ നമ്മൾ അതിന് ഇപ്പൊ 10-12 പേരേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറൊരു 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം A അല്ലെങ്കിൽ A and B. All answers should begin with the letter A and B. ആദ്യത്തെ അക്ഷരം A എന്നായിരിക്കും, രണ്ടാമത്തെ അക്ഷരം എന്തായിരിക്കും? B എന്നായിരിക്കും. ഫസ്റ്റ് ലെറ്റർ ഈസ് A, നെക്സ്റ്റ് ലെറ്റർ ഈസ് B, പിന്നെ ബാക്കിയുള്ള ലെറ്റേഴ്സ്. ആ രീതിയിലാണ് ചോദ്യം വരുന്നത്. ഓക്കെ. The first question is this. To leave, L-E-A-V-E, to leave someone or something without returning. To leave someone or something without returning. Abscond. കൂടി ഉണ്ട്. ഓക്കെ, നമുക്കത് ആരും പറയുന്നത് നോക്കട്ടെ. Absent ആണോ? Absent. Absent. To നോക്കി. To leave someone or something without returning. ഓക്കെ. അപ്പൊ ഞാൻ
പറയാം. പിന്നെ വേറെ ആരും പറയാതിരുന്നുകൊണ്ട് ഏതാണ്ട് അതിന്റെ അടുത്ത് കൂടെ പറഞ്ഞു പോയത് ബിന്ദുവാണ്. ഓക്കെ. അബാൻഡൻ, ഒഴിവാക്കുക എന്ന് പറയില്ലേ, അബാൻഡൻ, ABANDON, അബാൻഡൻ, ഒഴിവാക്കുക കേട്ടോ. ദാറ്റ് മീൻസ് ടു ലീവ് സംതിങ് ഓർ ലീവ് സമ്മൺ വിത്തൗട്ട് തിരിച്ചെടുക്കാണ്ട് പോവുക. യെസ്, ഒഴിവാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A skill or talent that you have. Ability. Ability. Chinnu പറഞ്ഞായിരുന്നു ഇത്. Okay. Ability is the correct answer. Ability is the correct answer. അപ്പൊ നമുക്ക് പറയാം. Okay. The skill, കഴിവ്, talent എന്ന് പറഞ്ഞാൽ നൈപുണ്യം, കഴിവ്. That you have, നിങ്ങൾക്കുള്ള കഴിവ്, അതാണ് നിങ്ങളുടെ എബിലിറ്റി. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. അടുത്തത്, ടു സൂക്ക് അപ്പ്, SOAK, സൂക്ക് അപ്പ് എ ലിക്വിഡ്, LIQUID. Absorbent. Absorb is the correct answer. വലിച്ചെടുക്കുക എന്നുള്ള അർത്ഥം വരുമ്പോ അബ്സോർബ്, ABSORB. അപ്പൊ അത് A വന്നു, അതിനുശേഷം രണ്ടാമത്തെ അക്ഷരം B വന്നു. അടുത്തത്, an extremely deep pit, PIT, an extremely deep pit, an extremely deep pit. An extremely deep pit. Okay. അത് ആപ്സ് എന്നാണ്, ABYSS. ഓക്കെ. അടുത്തത്, ടു കിഡ്നാപ്പ് someone. To kidnap someone. അബ്യൂസ് അല്ലല്ലോ. ഇതോ അബ്യൂസ് അല്ലല്ലോ. അബ്യൂസ് അല്ല. അബ്യൂസ് വഴക്ക് പറയാന്ന്, ചീത്ത പറയാന്നുള്ള അർത്ഥത്തിലാണ്. ടു കിഡ്നാപ്പ്, തട്ടിക്കൊണ്ടുപോകുക. ടു കിഡ്നാപ്പ് someone. To kidnap someone. Okay. Yes. Abduct അങ്ങനെ ഒരു വാക്കുണ്ട്. കറക്റ്റ് ആൻസർ. അപ്പൊ എന്തൊരു ആലോചിച്ചോണ്ടിരിക്കുന്നല്ലേ. വെരി ഗുഡ്. അബ്ഡക്റ്റ് കറക്റ്റ് ആണ്. ABDUCT, അബ്ഡക്റ്റ്. ഓക്കെ, കറക്റ്റ്. അടുത്ത ചോദ്യം, an answer meaning ഇവിടെ കോമഡാകത്താണ്. Yes, I agree. An answer meaning yes, I agree. Absolutely. അത് അങ്ങോട്ട് absolutely right. ശരി, അത് കറക്റ്റ് ആൻസർ ആണ്. absolutely. It's a correct answer. Absolutely. Okay. Correct. Yes. ശിവ നേരത്തെ വല്ലതൊക്കെ പറഞ്ഞായിരുന്നു കറക്റ്റ് ആൻസർ. യെസ്. ഇനി എഴുതാം, ഒരു ഡൗട്ട്. യെസ്. അപ്പൊ ഞാൻ പറയാം, ആ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. An answer meaning yes, I agree. That means absolutely. Yes. Next question. Having the freedom or opportunity to do something. Having
the freedom or opportunity to do something. Having the freedom or opportunity to do something. Okay. That means കഴിവുള്ള അല്ലെ, അവസരമുള്ള. അപ്പൊ ഏബിൾ, ABLE, ഏബിൾ. അപ്പൊ ഈ പ്രാവശ്യം നമുക്കൊരു 3 എണ്ണം പുറത്തു പോയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, എളുപ്പമാണ്. The sky is dash the land. The sky is dash the land. LAND. Above. Above, correct. The sky is above the land. The sky is above the land. Okay. Correct. Yes. Next. On, comma, into, or within. I will repeat. On, into, or within a vehicle such as a car or ship. On, into, or within a vehicle such as a car or a ship. On, comma, into, or within a vehicle such as a car or a ship. Okay. അത് aboard എന്നാണ്. aboard. 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 Yes. അടുത്തത്. The opposite of normal. Abnormal. 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 Okay. അപ്പൊ ചിഹ്നമുണ്ട്, അനുഷയുണ്ട്, ബിന്ദുണ്ട്. ഓക്കെ, നോർമൽ എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ കറക്റ്റ് പറഞ്ഞു. അബ്നോർമൽ. യെസ്. ഓക്കെ. നെക്സ്റ്റ്. ബിയോണ്ട് the boundaries of one country. Beyond. Abroad. Border. Border. Sorry. Above you. അല്ല, abroad കറക്റ്റ് ആണ്. abroad, വിദേശ. ബൗണ്ടറീസ് ഓഫ് എ കൺട്രി. ഓക്കെ. അപ്പൊ അത് കറക്റ്റ് ആണ്. abroad എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ aboard, അത് വേറെയാണ്. അത് on, into, or within the vehicle ആണ്. ഇത് abroad, കറക്റ്റ്, വിദേശം. ഓക്കെ. ബിയോണ്ട് ദ ബൗണ്ടറീസ്, അതിർത്തിക്ക് അപ്പുറത്ത്. ഓഫ് വൺ കൺട്രി, ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കും അപ്പുറത്ത്. യെസ്. ഓക്കെ. abroad. The last question. The shortened form of a word or words. Abbreviation. Okay. Correct ആണ്. Abbreviation. Okay. Short form. അതിനെയാണ് നമ്മൾ അബ്രിവേഷൻ പറയുന്നത്. ഓക്കെ. അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ കൃത്യമായിരുന്നു. അപ്പൊ ഇന്ന് അനുഷയ്ക്ക് ശിവയ്ക്കും 1 പോയിന്റ് വീതമാണ് ലഭിച്ചിട്ടുള്ളത്. ചിന്നുവിന് 4 പോയിന്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. ബിന്ദുവിന് 6 പോയിന്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഇന്നിപ്പോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു 3 പോയിന്റ് എനിക്ക് ലഭിച്ചു. സാധാരണഗതിയിൽ എനിക്കൊന്നും ലഭിക്കാറില്ല, പക്ഷെ ഇന്ന് 3 പോയിന്റ് എനിക്ക് ലഭിച്ചു. ഓക്കെ. എനിക്ക് പോയിന്റ് ഒന്നും ലഭിക്കാൻ പാടില്ല, നിങ്ങൾക്ക് തന്നെ ലഭിക്കേണ്ടത്. യെസ്. ഓക്കെ. അപ്പൊ വീണ്ടും നമുക്ക് ആ ക്ലോസിലേക്ക് ഒന്ന് മടങ്ങി വരാം. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ.
അപ്പൊ ക്രിസ്തുമസ് ഒക്കെയാണ് അല്ലേ? ഇനി ക്രിസ്തുമസിന് ശേഷമേ നമ്മൾ പോയി കാണുന്നുള്ളൂ, ശരിയല്ലേ? സോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. സ്നേഹം കൂടെ നേർന്നുകൊണ്ട്. ഹാപ്പി ക്രിസ്മസ് സാർ. ഓക്കെ, താങ്ക് യു. ചിന്നു, സാർ സംസാരിക്കാൻ പറ്റാവുന്ന കണ്ടീഷനിലാണോ? അതെ അതെ. പറയൂ, ഒരു ക്രിസ്മസ് മെസ്സേജ് പറയൂ. ഇംഗ്ലീഷും പറയണ്ടേ? ആ, നമുക്ക് മെസ്സേജ് പറയാന്നുള്ളതല്ല, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ ഞാൻ ഇപ്പൊ സന്ദർഭോചിതമായിട്ട് കയ്യിൽ വല്ല സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ആ വിഷയം പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ന്യൂ ഇയറുമായിട്ട് കണക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരു ഇൻസ്പിറേഷൻ കൊടുക്കും. 2025 ഒരു ജൂബിലി വർഷം വരുന്നു, ആ ജൂബിലി വർഷത്തിന്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ വേറൊരു കാര്യം, 2024 2023 ഡിസംബർ 31 നിങ്ങളെടുത്ത കുറെ തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ 2024 അതേ തീരുമാനങ്ങൾ തന്നെയാണോ 2024 ഡിസംബർ എടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ പറഞ്ഞാലും മതി. ഐ ആം റിപ്പീറ്റിംഗ് ദ സെയിം ഡിസിഷൻസ് which I took on the December of 2023. Yes. ആലോചിച്ചു, ആലോചിക്കാൻ സമയം തരാം, ചിന്തിച്ചു. ഓക്കെ 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 യെസ്. അപ്പൊ ബിന്ദു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് 2025 കുറിച്ച് പറഞ്ഞു? ദുർരാശം നമ്മൾ പറഞ്ഞതാണ്. അല്ല, അത് നമ്മുടെ പ്രതീക്ഷകൾ. അതായത് ഇത് ഒരു ഇനി നമ്മൾ കാണുന്നത്, നമ്മുടെ ക്ലാസ്സിൽ കാണുന്നത് ഇതിന് ശേഷമല്ലേ. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആണ്, അല്ലെങ്കിൽ ഒരു സന്ദേശമാണ്, ന്യൂ ഇയർ സന്ദേശം. മറ്റേത് നമ്മൾ പറഞ്ഞത് നമ്മളെങ്ങനെ നോക്കി കാണുന്നു. ഓക്കെ, അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മുടെ വ്യക്തിപരമല്ല, നമ്മൾ കോമൺ ആയിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. Be optimistic to the coming year. Be optimistic to the coming year 2025. Okay. Yes. ശിവാപ്തി വിശ്വാസത്തോട് കാത്തിരിക്കുക. പിന്നെ പറയൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ 2025 പരിഹാരം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങളുടെ ദുരിതങ്ങളെല്ലാം മാറും. I hope your all problems are solved in the coming year. യെസ്, അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നു നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. I wish all of you you will got a new job the coming. ഓക്കെ, നല്ല ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, പിന്നെ ക്ലാസ് കഴിഞ്ഞാലും ഈ സൗഹൃദം എല്ലാവരും തുടരണം. എനിക്ക് എടുക്കില്ല വാചകങ്ങള്, നിങ്ങൾ ബിൽഡപ്പ് ചെയ്യില്ലായിരുന്നു, അതൊന്നും കയറി കയറി പോട്ടെ. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാലും we will be continuing our friendship when we even after the class we should continue our friendship. Okay, അത് ശരിയായി. ഇപ്പൊ നിങ്ങളിവിടെ ഇനി നിങ്ങളിൽ ആർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലും അത് മറ്റുള്ളവരെ അറിയിക്കണം. നം വന്ന സ്ഥലത്തൊക്കെ ഷുഡ് വെച്ചോളൂ കേട്ടോ. നം അറിയിക്കണം. അത് യു ഷുഡ് കം, നീ വരണം. യു ഷുഡ് ഗോ, നീ പോകണം. നം വരുന്ന സ്ഥലത്തൊക്കെ ഷുഡ് വെച്ചോളൂ. നിങ്ങൾക്ക് ആർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലും അത് അറിയിക്കണം. You should inform very good. When you got a job. Okay, അത് you should inform when you got the കിട്ടിയതാണ്. Yes, when you got, should വരുമ്പോൾ got പറയാം, തെറ്റില്ല. ജോബ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത്, അപ്പൊ നിങ്ങൾ ജോലി കിട്ടി അറിയിക്കാൻ, വേക്കൻസികളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞാലും അറിയിക്കണം.
if you know about the vacancies, please inform us. Okay, please inform us. About other area, if you know the vacancies, then inform the other friends also. Very good, very good. About other example, yes. ന്യൂ ഇയർ അല്ലേ, ന്യൂ ഇയർ ആശംസയല്ലേ, അപ്പൊ നമുക്ക് അതുകൂടി പറഞ്ഞു. ന്യൂ ഇയർ ആയിട്ട് ന്യൂ ഇയർ ഡേ, അതായത് ഓൺ ദ ഈവ് ഓഫ് ദ ഡേ, ന്യൂ ഇയർ ഡേ, അതായത് ഡിസംബർ 31 രാത്രി, അന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിക്കും. How do you decide your New Year Eve? ന്യൂ ഇയർ ഈവ് ഓർ ന്യൂ ഇയർ, അല്ലെങ്കിൽ ഈവ് തന്നെ വേണമല്ലോ, ന്യൂ ഇയർ ഡേ പ്രോഗ്രാം. യെസ്, എന്തൊക്കെയാണെന്ന് ചോദിക്കാം. നിങ്ങൾ പിന്നെ യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? Do you plan a travel? ഇഷ്ടമുള്ള പറഞ്ഞു തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. Do you plan a picnic? A picnic, a tour. Okay, okay. Did you plan a picnic or tour on the New Year as a part of the New Year Day celebration? Okay, very good, very good. അപ്പൊ ഓക്കെ, ഇതേ നമ്മളത് പിന്നെ ഇല്ലാന്ന് വിചാരിക്കണ്ട, നമുക്ക് അത് മേലോട്ട് കയറി കയറി വരാം. ഡെവലപ്പ് ചെയ്ത് കയറി ഇങ്ങോട്ട് വരാം. അപ്പൊ അങ്ങനെ കുറച്ച് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഇത് ഞങ്ങൾ പറഞ്ഞത് നസീമാണ്. നസീമൊക്കെ കുറച്ച് ധൈര്യമുള്ള കൊടുക്കപ്പെട്ടതൊക്കെയായിരുന്നു. യെസ്, അപ്പൊ നസീമ ഈസ് നോട്ട് റെസ്പോണ്ടിങ്. അപ്പൊ ചിന്നുവിന് സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിന്ദു നേരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. യെസ്, പറഞ്ഞോളൂ ചിന്നു. യുവർ എക്സ്പെക്ടേഷൻ? First of all, I wish you the good Christmas. Merry Christmas and Happy New Year. And Happy New Year. ടെൻഷൻ അടിക്കുന്നു, റിലാക്സ് ചെയ്ത് പറഞ്ഞാൽ മതി. അങ്ങനെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. റിലാക്സ്. കണ്ണടച്ചിട്ട് 1 മുതൽ 5 വരെ എണ്ണില്ല. മനസ്സിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. റിലാക്സ്. മനസ്സിനോട് പറയുക, ടെൻഷൻ അടിക്കേണ്ട, റിലാക്സ്. നമ്മൾ അങ്ങനെ 10-12 പേരോട് വേറെ അറിയാൻ പോകുന്നില്ല. റിലാക്സ് എന്നിട്ട് പറയാം, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പറയാം. ഓക്കെ. And see the next year as a year of hope. Yes, very good. The next year is the year of hope. പ്രതീക്ഷയുടെ വർഷമാണ്. Yes. I wish you all the best in every way. Yes. I wish, and you will try to achieve your dreams. Yes. In next year. Yes. പിന്നെന്താ പറയണ്ടേ? ഇഷ്ടമുള്ളത് പറഞ്ഞു. അടുത്ത വർഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധിക്കുമാറാകട്ടെ. യെസ്, ഓക്കെ. ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും വിദേശത്തേക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ട്? വിദേശ ജോലി ശരിയായിട്ടുള്ളവരുണ്ടോ? അല്ലെങ്കിൽ ബന്ധത്തിൽ വിദേശത്തുള്ളവരുണ്ടോ? യെസ്, ചോദിക്കാം. മലയാളത്തിലാണെങ്കിൽ പറഞ്ഞല്ലേ? യെസ്, ഓക്കെ, പറഞ്ഞു. തെറ്റിയ കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു. Anybody interested in anybody interested to abroad? Work in abroad? Yes. ഇനി ചിന്നു പറയൂ, 2024 എങ്ങനെയുണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ച് ഇങ്ങനെയായിരുന്നു. 2024 was a bad year for me. Yes. I can't fulfill my dreams or aim. Yes. In this year. Yes.
I depressed in this Yes. year. Yes. But my one of the achievement is to study this course in this Yes. year. Oh, very good, very good. That was my dream. I could continue my Continue my distance. study, Okay, distance okay. study. Yes. Very good. പിന്നെ നമ്മൾ ഇവരോട് എല്ലാവരും പറയുന്നത് ആരും നിരാശപ്പെടരുത്, ഭാഗ്യം നിങ്ങളെ തേടി വരും. Don't depress. Don't be discouraged. Don't be discouraged. Okay. Don't be discouraged. Don't be discouraged. നിങ്ങളുടെ ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. You wait your ശരിയാണ്, കറക്റ്റ്. wait your luck. Your luck and your opportunity. Yes. പിന്നെ ഓക്കെ, മതി. ശരി, കുഴപ്പമില്ല. ഓക്കെ, ഇത്രയും പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഒരു കോൺഫിഡൻസ് വേണം നമുക്ക് പറയാനായിട്ടുള്ള ഒരു ധൈര്യം. അതും അദ്ദേഹം ഉദ്ദേശിച്ചു. അപ്പൊ അത് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും ഒരു മെസ്സേജ് പോലെ പറയാനായിട്ട് താല്പര്യമുള്ളവർക്ക് പറയട്ടെ. അപ്പൊ ബിന്ദു പറഞ്ഞു, ശിഖ പറഞ്ഞു, ശിഖ, തുഷാര, ഹർഷ. യെസ്, ആരുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാചകത്തിലേക്ക് വീണ്ടും പറയാം. ക്ലോസ് വെച്ച് പറഞ്ഞില്ലേ? ആ ക്ലോസ് വെച്ച് പറഞ്ഞാല് ഒരെണ്ണം കൂടി നമ്മൾ രണ്ടെണ്ണം കൂടി ചെയ്യാം. ഒന്നതാണ് ആദ്യം ഡാഷ്. ഡാഷ് ആ കണ്ടീഷണൽ ക്ലോസ് എഴുതിയ സ്ഥലത്ത് ഞാൻ ഡാഷ് ഇട്ടെങ്കിലും മുമ്പ് അങ്ങനെ എഴുതില്ല. മെയിൻ ക്ലോസിനാണ് ഡാഷ് ഇട്ടത്, ഇത് കണ്ടീഷണൽ ക്ലോസിന് ഡാഷ് ഇട്ടത്. ഡാഷ് കോമ I will buy it. I will buy it. I will buy, B-U-I buy. I will buy it. ഞാൻ ഇത് വാങ്ങും. അപ്പൊ എങ്ങനെയാണെങ്കിൽ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകത. I will buy it. ഞാൻ ഇത് വാങ്ങും. എങ്ങനെയാണെങ്കിൽ എന്നുള്ളത് മാത്രമേ പ്രത്യേകത. I will buy it. If വെച്ച് വരുന്ന ഒരു വാചകം പ്രത്യേകത. ഓക്കെ ചിന്നു. If I have sufficient money. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ I will buy it. ഓക്കെ, അത് കറക്റ്റ് ആണ്. പ്രസന്റൈസ് ആയിരിക്കുന്നത് മാത്രമേ ഇപ്പോഴത്തെ ഹാവ് മാത്രം വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. പെർസെന്റേജ് ആണ്. ഹാവ് അതിന്റെ പേര് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇല്ല, ഇപ്പോഴത്തെ ഹാവ് മാത്രം. യെസ്. If I have sufficient money, I will buy it. Yes. Yes. സ്വന്തമായിട്ടൊരു സന്യാസങ്ങളുടെ ട്രൈ ചെയ്ത് കേട്ടു. If I like this എന്ന് പറയാൻ പറ്റുമോ? If I like this. ഓക്കെ. If I like this, ഞാനത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ I will buy it. ഞാൻ വാങ്ങും. കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. If I like this, I will buy it. Okay.
ഇനി പറയൂ, നിങ്ങൾ വില കുറക്കുകയാണെങ്കിൽ ഞാനിത് വാങ്ങും. നിങ്ങൾ വില കുറക്കുകയാണെങ്കിൽ If you reduce the price, if you reduce the price or if you lower the price. നിങ്ങൾ വില കുറക്കുകയാണെങ്കിൽ അപ്പൊ മറ്റൊന്ന് പറയാം ഐ വിൽ ബൈ ഇറ്റ്, ഞാനിത് വാങ്ങും. കറക്റ്റ് ആണ്. യെസ്. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡാഷ് ഇടാതെ ഡാഷ്. അത് കഴിഞ്ഞതിന് ശേഷം ഐ വിൽ ടേക്ക് എ ടാക്സി. I will take a taxi. I will take a taxi. ഞാനൊരു ടാക്സി വിളിക്കും. ഇഫ് വെച്ചിട്ടുള്ള വാചകങ്ങൾ പ്രതിചേർത്തു. If I have enough money. Okay, ശരിയാ. Correct. if I late എന്ന് പറയോ sir? If I late, I will take a taxi. എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല. Like അല്ല late. ഞാനിപ്പോ അത് type താമസിക്കുവാണെങ്കിൽ ചെയ്താ നമ്മൾ താമസിക്കുവാണെങ്കിൽ ഇഫ് ഐ ലേറ്റ് എന്ന് പറയൂ. ഇഫ് ഐ ലേറ്റ്. അപ്പൊ if I late, if I am late. If I am late, I will. Okay. അങ്ങനെ അവരെ ആം കൂടി ചേർക്കണം കേട്ടോ. പെർസെന്റേജ് അല്ലേ ഉള്ളത്. Yes. If I am late, I will take a taxi. Okay. അത് കറക്റ്റ് ആണ്. അത് നമുക്ക് പറയാല്ല ബസ് കിട്ടിയില്ലെങ്കിൽ If I miss. Yes. If I miss the bus, if I miss the bus, I will take a taxi. Bus കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? I will take a taxi. Okay. Yes. Okay. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഇതിന്റെ അടുത്തൊരു സെക്ഷൻ ഉണ്ട് ഫാസ്റ്റിലേക്ക് മാറുന്നത്. അത് നമുക്ക് പറയാം. ഇപ്പൊ ഒരു ക്ലോസിന്റെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റും അപ്പുറത്ത് സിമ്പിൾ ഫീച്ചറും വരുന്നതാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത രണ്ടെണ്ണം കൂടിയിട്ട് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും കൃത്യമായ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്കിനി ക്രിസ്തുമസിന് ശേഷം വീണ്ടും കാണാം. ഓക്കെ, ബൈ. Thank you, sir. Happy Christmas. Thank you, sir. Okay, thank you. Same to you. Thank you, sir. Okay, ഹർഷ. ഹർഷ ഒച്ചയൊക്കെ കേട്ടാ?